അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഗുരുവട്ടൂർ കെ.സി. അബ്ദുള്ള പറഞ്ഞ ആ പഴയ കാര്യം ഉണ്ടല്ലോ, അത് ഇപ്പോഴാണ് ട്രാക്കുമ്മക്കാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഈ നാടന്മാരെ ഇറങ്ങന്നെ നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാര് വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം. പണ്ട് റിഫായി ശൈഖിനെ അതേ ഗുരുവട്ടൂരെ, ഇപ്പോൾ 1-2 ദിവസമായിട്ട് എൻ്റെ മൊയന്തുകൾക്ക് പിന്നാലെ നടക്കുകയാണ് സാധാരണക്കാരായ ആൾക്കാർ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾക്കെല്ലാം കൂടി ഇത് കയറ്റാൻ പറ്റൂലല്ലോ, കാണിക്കുന്നത് മോശമല്ലേ. ഏതാണെങ്കിലും 1-2 ആണുങ്ങൾ ഞാൻ കണ്ടു. അവർക്ക് ഞാനൊന്ന് മട്ടത്തിന് എല്ലാം കൂടി കാട്ടാനും പറ്റൂല, കാരണം അജാതി രൂപത്തിലൊക്കെ എന്നെ ഒരുമ്പുണ്ട്. അതൊന്ന് 1-2 സാമ്പിളിന് വേണ്ടി കാണിപ്പിച്ചു തരാം. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളോട് കാര്യമായിട്ട് ചോദിക്കണം. നിങ്ങള് കുറെ നല്ല മക്കൾക്ക് കുറച്ച് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരല്ലേ. ഒരു മൈക്ക് അങ്ങോട്ട് കിട്ടിയിട്ട് അതിൽ കുറച്ച് വോയിസും വെച്ച് കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് വെട്ടിത്തരം വിളിച്ചു പറയാന്ന്. നിങ്ങൾ മടവൂരിനെ പഠിച്ചവനോ അല്ലെങ്കിൽ എന്താണെങ്കിൽ ആക്കിക്കോളൂ. നിങ്ങളെ കുടുംബത്തിലുള്ളവർ ആക്കിയാൽ മതി, നാട്ടുകാരെ മൊത്തം ആക്കണ്ട കേട്ടോ. ഞങ്ങൾ മുത്ത് റസൂലിനെ തന്നെ മറ്റെന്താണ് ഞങ്ങളെ പഠിച്ചവനാക്കിയിട്ടില്ല. ഓക്കെ, അള്ളാൻ്റെ റസൂല്, അള്ളാൻ്റെ ഹബീബ്, അങ്ങനെ നമുക്ക് പഠിപ്പിച്ച ഉസ്താദുമാർ അങ്ങനെയാണ് കേട്ടോ. ഡയറക്റ്റ് അള്ളാഹിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞത്, റബ്ബിനോട് ദുആ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾ എവിടുന്ന് അതൊക്കെ ഈ ബിരുദാനന്ദ ബിരുദൊക്കെ എടുക്കുന്നത്? എന്തിൻ്റെ സൂക്കടമല്ലാക്ക നിങ്ങൾക്ക്? ഒരു ലേശം ഒരു കൈതട ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുക ഉണ്ടോ? അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, പെട്രോൾ അടിക്കാതെ സലാത്തിയല്ലേ അപ്പോൾ വണ്ടി പോയി പറഞ്ഞ ടീമുകളാണ് നിങ്ങൾ. ഈ കുരുവട്ടൂർ ഹംകിങ്ങൾ പൊതുജനങ്ങളെ സമീപത്തേക്ക് വന്നിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നേരത്തെ അങ്ങോട്ട് കസർത്താൻ തുടങ്ങി. നമ്മൾ നേരത്തെ പറയാറുണ്ടായിരുന്നു, ഇവരുടെ ഇജാതിയുള്ള കള്ളക്കറാമത്തുകൾ പറയൽ വഹാബിസം വളർത്താനേ ഉപകരിക്കുള്ളൂ എന്നുള്ളത് അല്ലേ. ഇതൊക്കെ പറയുമ്പോഴും കുരുവട്ടൂർ നൗഷോന്ത് പറയുന്നത് എന്താണ്? എന്നിട്ട് ഇവരെ ലോകം മുഴുവനും കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ സകല നിലവാരം അടിച്ചുപോയി. ഇപ്പം മനസ്സിലാകണ്ട, എനിക്ക് എൻ്റെ സകല നിലവാരം അടിച്ചുപോയി. എന്നെ കഴുതാന്നപ്പം ഈ വിളിച്ചിട്ടുള്ളത് സാധാരണക്കാരനെ. അയാൾക്ക് പോലും മനസ്സിലായി. സമാനമായി ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പറയുന്നുണ്ട്. ഇനി വേറൊരാൾ പറയുന്നുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം. ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ഇത്തരം അന്തയില്ലാത്ത കൗമ് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. എന്നെ നിങ്ങൾ മുജാഹിദോ വേറെ എന്തെങ്കിലും സുന്നിയോ ജമാഅത്ത് ഇസ്ലാം നിങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും ഞാനോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു സുന്നിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായില്ല? എന്താ പറയാ, പച്ചക്ക് തെറി പറയാൻ എൻ്റെ വാല് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന് പറ്റാത്തതിനെ കൊണ്ടാണ് ഇത്രക്ക് വെടിവില്ലാത്ത കൗമാല പഠിച്ചോണ്ട് സ്റ്റേജിന് മുന്നിൽ കുത്തിന് ബാക്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയാം. അതായത് ഈ CM വരുന്നതിന് അള്ളാഹ് ആക്കാനും മടിയില്ല. എന്നിട്ട് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന്. ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മൊയ്ലാക്കന്മാരെ? അള്ളാഹു അക്ബർ അള്ളാഹു ആണ് വലിയവൻ അല്ലേ? അള്ളാഹാണ് വലിയവൻ. പിന്നെ നിങ്ങൾ CM മടവൂരെ നിങ്ങൾ വലിയവനാക്കുക. അപ്പൊ CM വരുന്ന അക്ബർ എന്നല്ല പറയണ്ടെങ്കിൽ ഇത്രക്ക് ബോധലുണ്ടായി പോലെ കൗമ്പോളെ നിങ്ങളെ കഥ. ഈ കുരുവട്ടൂരി കക്കൂസുകളുടെ സംസാരങ്ങൾ കേട്ടപ്പോൾ സാധാരണക്കാർ പോലും ഈ നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങി അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സാധാരണക്കാർ പോലും ഈ നിലയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങി. പോരാ, ഇനി വേറൊരാളും കൂടി പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക്. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞ ഒരു 8, 9, 10 വർഷം ഒരു പഠിച്ചാൽ ഒരു ബിരുദം കിട്ടും. വീട്ടിൽ നിന്ന് രാവിലെ കുളിച്ചിറങ്ങി കണ്ണാടി നോക്കി നല്ല തലപ്പാവും കെട്ടിയാൽ ജനങ്ങൾക്കിടയിൽ പണ്ഡിതനാവും. പക്ഷെ ഞാൻ എൻ്റെ നിഗമനത്തിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഉള്ള ഇസ്ലാമിക ആത്മീയ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരായിരിക്കും ഒരു പക്ഷേ നരകത്തിന്റെ അടിത്തട്ടിലെന്ന് നമുക്ക് അനുമാനിക്കാം. കുരുവട്ടൂർ കെ.സി. അബ്ദുള്ളയും അബ്ദുള്ളാനെ ഫോളോ ചെയ്യുന്ന പമ്പേസ് മൗലവിയും തെറിയൂർ കുഞ്ഞമ്മദും ഒതുക്കുങ്ങൽ നൗഷാദിനെ പോലുള്ള വ്യാജ തലയെക്കെട്ടുകാരാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് യാതൊരു പേടിയുമില്ലാതെ ആ സാധാരണക്കാരൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് പറഞ്ഞു?
സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിരങ്ങാണ് ഇവർ. അങ്ങാടിയിൽ വന്നിട്ട് കവലപൂർവ്വം വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് മനസ്സിലായപ്പോൾ ഈ ജന്തുക്കളാണ് ഈ ആകാശത്തിൻ്റെ ചോട്ടിൽ ഏറ്റവും നികൃഷ്ട വിഭാഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനടക്കം പറഞ്ഞത് ഈ ജാതി ജന്തുക്കളാണ് നരകത്തിൻ്റെ അടിത്തട്ടിൽ. ഇയാൾ അയിമ നിർത്തിയോ? ഇല്ല, വീണ്ടും അയാൾ പറയുന്നുണ്ട്, കേട്ടോക്കാം. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? പുണ്യ ഖുർആനില് ഇലാഹിയത്തിനെ കുറിച്ച്, ആരാധന ദൈവത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് എല്ലാം അവൻ പൊറുക്കും. അതിനാണ് സൂറത്ത് തോബ എന്നുള്ള എല്ലാ തെറ്റുകളും എത്ര വൻകുറ്റമാണെങ്കിലും, പഴയസ്റ്ററികള് 99 ആൾ 100 പേര് കൊന്നവനും തോബയുണ്ട്. പക്ഷേ ഒരു തെറ്റ് മാത്രം തമ്പുരാൻ പൊറുക്കില്ല. റബ്ബിന്റെ ഇലാഹിയത്തിനോട് ഒരാൾ പങ്കുചേർത്താൽ. ഒരു പാസ്വാന് അശ്വനി എന്ന ബിരുദം, ഞാൻ അറിയുന്ന ഒരുപാട് അശ്വനിമാരുണ്ട്, ഞാൻ അറിയുന്നവരുണ്ട്, നല്ല നല്ല പ്രഗത്ഭരും നല്ല നല്ല കഴിവുള്ളവരും നല്ല ആത്മീയമായിട്ടും നല്ല നല്ല ആളുകൾ. പക്ഷെ ഒരു പൂസ്വാന് അത് കേട്ടിട്ട് തക്ബീർ ചെല്ലാനും അവൻ പറയുന്നതാണ് എന്താണ് എടോ അശ്വനി. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഫസ്റ്റ് വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അവസാന കാലത്തുള്ള പണ്ഡിതന്മാർ, ഒരു വേഷധാരികൾ തലപ്പ പണിഞ്ഞാൽ പണ്ഡിതനാവോ? എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പറ്റാത്തത്? ഞാൻ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇത് കേട്ടിട്ടും തക്ബീർ ചെല്ലാൻ അവൻ പറയുകയാണ് മടവൂര് നല്ലവനായിരിക്കും, മടവൂരിന്റെ കറാമത്തുകൾ, മടവൂരിന്റെ ഫضലും ശ്രേഷ്ഠമുണ്ട്, ആരും നിഷേധിക്കില്ല. പക്ഷെ പുണ്യ റസൂലിന്റെ മേലെ മടവൂര്, അള്ളാന്റെ മേലെ മടവൂര്. അവൻ ചോദിക്കുക വെല്ലുവിളി സ്വരത്തില്, മടവൂരിനെ പടച്ചോനാക്കിയാൽ ഞാൻ കഴിഞ്ഞു മടിയില്ല. പൊന്ന അശ്വനി, ഇജ് നിസ്കരിക്കണ്ട, നോൽപോൽക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇജ പൊന്നാനെ പോയി ഷഹാദത്ത് ചൊല്ലുക. രിദ്ദത്ത് എന്താണെന്ന് നിനക്കറിയോ? ഇപ്പം കേട്ടില്ല നിങ്ങൾ? ഒതുക്കങ്ങൾ നൗഷാദിനോട് പറയുകയാണ്, ഇജ അയച്ചെന്ന് പൊന്നാനി പോയിക്കാണ്ട് ഷഹാദത്ത് കലിമയിൽ മുസ്ലിമായിട്ട് വാന്ന്. നേരത്തെ പറഞ്ഞല്ലോ മുറിച്ചാത്തവരാണെന്ന് പറഞ്ഞല്ലോ, അതിനും കൂടി ലബീർ വെച്ചിട്ടാണ് പറഞ്ഞത് പറ്റുച്ചക്ക് കൊല്ലപ്പം മുറിച്ചിട്ട് വാന്ന്. എങ്ങനെയുണ്ട്? ഇതാണ് പഴയ കാലത്തെ മാതിരില്ല ഇപ്പോൾ പഠിച്ചോൻ അപ്പൊക്കെ കൊടുക്കുന്ന പറഞ്ഞത്. സാധാരണക്കാരാണെന്നാണ് കുരുവട്ടൂർ ചേക്കുട്ടിപ്പാപ്പ മുമ്പ് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഓരോരുത്തരും ഈ നാടന്മാരെ ഇറങ്ങന്നെ, നിങ്ങളൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഫിത്തനയും ഫസാദും ഉണ്ടാക്കി മൊയ്ലിയാർ വരുമ്പം തുറന്ന് മൊയ്ലിയാരോട് പറയാനുള്ള ചങ്കൂറ്റം നാടന്മാർക്ക് വേണം, നാട്ടുകാർക്ക് വേണം, സാധാരണക്കാർക്ക് വേണം. എന്നാലേ ഇതൊക്കെ നേരാകുള്ളൂ. അവിടുന്ന് ഈ ദീനിനെ തിരിച്ചു പിടിക്കണം. പണ്ട് റിഫായി ശൈഖിനെ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് യാസിനോദി പോകാൻ വേണ്ടി ഖത്തോദി എന്ന് പറഞ്ഞതുപോലെ നാടന്മാർ ഇറങ്ങിയിട്ട് കുരുവട്ടൂരിയുടെ തൂഫാനാക്കുകയാണ്. ആദർശ തൂഫാൻ. നാടന്മാർ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തലകെട്ട് കെട്ടിയ ഈ കള്ള ഷെയ്ഖന്മാരോട്. കള്ള ഷെയ്ഖ്, മുരീദുകളെ, പമ്പേസ്, ഇന്നതാണ് ശരീഅത്ത്, ഇന്നതാണ് ദീന്, ഇന്നത് അഖീദാത്ത്. എന്നിട്ട് യാതൊരു കഥയില്ലാതെ ആൽമരം നഷ്ടപ്പെട്ട പ്രേതം കണക്കെ നൗഷാദ് വീണ്ടും അറളുകയാണ്. എന്ത് ഞാൻ വിശദമായിട്ട് പറയില്ല, ഒരൊറ്റ ഒന്ന് ഞമ്മക്കെടുക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ എടുത്തു നോക്കി. ഇപ്പം എന്താ നിങ്ങളെ അവസ്ഥ? കുരുവട്ടൂരികളായ ആൾക്കാർ ആകെ 4 ഉണ്ട്. ആ 40 ഐഡിയിൽ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അതാണിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചർച്ച എന്ന് പറയുന്നത്. അതേ സമയത്ത് വിവിധങ്ങളായ ആൾക്കാർ ഇടുന്നുണ്ട്. ആ വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് വിട്ട ഓരോ ഊളത്തരങ്ങളും സാധാരണക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് നിരവധി ഐഡിയിൽ വന്നിട്ട് കുരുവട്ടൂര് വന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അത് വേറെ കേസ്. ഇപ്പോൾ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ, എന്നോട് പൊന്നാനി പോയി കണ്ട് അയച്ചു മുറിച്ചു പോകാന്നാണ് പറഞ്ഞത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുന്ന സംഭവം ഏതാ? ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വിഷയം തന്നെയാണ്, സംശയമില്ല. എനിക്കതിലൊരു പ്രശ്നമില്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രശ്നമുണ്ട്. കാരണം നാട്ടുകാർക്ക് പഠിച്ചവനെ പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. ഒരു ചെറുപ്പത്തിലേ മദ്രസയിൽ നിന്ന് പഠിച്ചത് അതാണ്. ഈ നേരെ തിരിച്ചാണ് പറയുന്നത്. ഈ മുമ്പ് കണ്ണവനൊക്കെ പഠിച്ചവനെന്നാണ് പറയുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും പഴയ കാലത്ത് മദ്രസ പഠിച്ചതും അതിന് മുമ്പ് തലമുറ പഠിപ്പിച്ചതൊന്നുമല്ല നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയോ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് തൊള്ളി തോന്നിയത് വായ തോന്നിയൊക്കെ ഗോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ആ പമ്പേഴ്സിനെയും പമ്പേഴ്സിൻ്റെ അളിയനെ കാട്ടുകള്ളൻ കൊമാണ്ടിയെയും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കില്ലേ നൗഷാണ്ടിയെ. അതിനാണ് ഇപ്പോൾ ഈ നാട്ടുകാർ അതിനെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ചാത്തമംഗലം സുലൈമാൻ എന്ന് പറഞ്ഞ സുലൈമാണ്ടിയും അതുപോലെ കീശേരിയിലുള്ള വീരാണ്ടിയും അതുപോലെ ഈ പറഞ്ഞ കൊമാണ്ടി എന്ന് പറഞ്ഞ കോമാട്ടുചാലിലെ ഔളയും ഇവരൊക്കെ
മനുഷ്യന്മാരെല്ലാം ഓരൊക്കെ ഉമ്മ പറ്റ മനുഷ്യൻ്റെ രൂപത്തിലുണ്ടെങ്കിലും പഠിച്ചോന് പകരം വന്ന ആൾക്കാരാണെന്നാണ് പഴയ കാലത്ത് തന്നെ, അതായത് 13 കൊല്ലത്തോളമായല്ലോ ഇപ്പോൾ ഈ കോമാണ്ടി ത്വരീഖത്ത് തന്നെ ത്വരീഖത്ത് ഇവിടെ വന്നിട്ട്. ആ ഷെയ്ത്താനി ത്വരീഖത്തിൻ്റെ തുടക്കം മുതലേ ഇവർ പറയാറുള്ളത് ഈ ഇവരെ ഷെയ്ഖന്മാർ എന്ന് പറഞ്ഞൊക്കെ പഠിച്ചോനാണ് എന്നാ. ആരായിരിക്കുന്നത്? ഇത് റബ്ബിന് പകരം വന്ന ആളാണ്. ഇതിനെ മനുഷ്യനായി നിങ്ങൾ കാണരുത്. ഇത് റബ്ബ് നോക്കുന്ന ഇടമാണ്. ഇത് റബ്ബിൽ നിന്ന് പരിഹാരം കൊടുക്കുന്ന സ്ഥലമാണ്. കോടാനക്കോടി മലക്കുകൾ അവിടെ എല്ലാ സമയത്തുമുണ്ട്. ലക്ഷക്കണക്കിന് ജിന്നുകൾ അവിടെ എന്നുമെന്നും അവർക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ അവിടെ പോയി അദബുകേട് ചെയ്യല്ല. മര്യാദക്ക് 5 വക്ത് നിസ്കരിക്കുക പോലും ചെയ്യാത്ത ഷെയ്ഖാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഷെയ്ത്താന്മാരെ സംബന്ധിച്ച് കുരുവട്ടൂരുടെ വിശ്വാസത്താണ്. ഇവരുടെ ഈ തനതായ വിശ്വാസം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ണ് കണ്ട വികൃതങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിനെ അതിലേക്ക് വലിച്ചിടുകയാണ്. CM വലിയുള്ളാഹിയെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഷിയാക്കൾ മുതലക്കണ്ണീർ ഒഴിക്കുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ പേരിൽ കുരുവട്ടൂരികൾ മുതലക്കണ്ണീർ ഒഴിക്കുന്നത്. യഥാർത്ഥത്തിൽ കുരുവട്ടൂരികളും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്നെങ്ങാനും CM വലിയുള്ളാഹി ഹയാത്തിലുണ്ടെങ്കിൽ മുട്ടിപ്പടി മുട്ടിക്കഷ്ണം എടുത്തുകാണ്ട് അല്ലെങ്കിൽ മട്ടൽ മുറിച്ചിട്ട് ഈ സുലൈമാൻ്റെയും ബീരാൻ്റെയും കോമാട്ടിയാലൻ അബ്ദുള്ളാൻ്റെയും നടുപ്പുറം കടപ്പുറമാക്കുമായിരുന്നു.